ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ NCERTയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് കാർബൺ കാർബൺ ബോണ്ട് CH3 CH2 CH2Br ദ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇസ് എക്സ്പെക്റ്റഡ് ടു ബി ദ ലീസ്റ്റ്. മക്കളെ, ഇവിടെ ബ്രോമിൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വിച്ച് ഈസ് എ -I ഗ്രൂപ്പ്. നിങ്ങൾക്കറിയാം ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇസ് എ ഡിസ്റ്റൻസ് ഡിപ്പെൻഡൻറ്റ് എഫക്റ്റ്. ഇപ്പോൾ നമ്പർ ചെയ്യുകയാണ്, ഇതാണ് ഒന്നാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ. സോ ഈ ഗ്രൂപ്പിൽ നിന്ന് ഡിസ്റ്റൻസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിക്രീസസ്. അപ്പോൾ 1, 2 കാർബൺ ആണോ 2, 3 കാർബണിലാണോ മിനിമം ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉള്ളത്? ഇൻ വിച്ച് കാർബൺ കാർബൺ ബോണ്ട് ദ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇസ് എക്സ്പെക്റ്റഡ് ടു ബി ദ ലീസ്റ്റ്? ആൻസർ C2C3 ബോണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബണുകൾക്കിടയിലുള്ള കാർബൺ കാർബൺ ബോണ്ടിലാണ് ലീസ്റ്റ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇസ് എ ഡിസ്റ്റൻസ് ഡിപ്പെൻഡൻറ്റ് എഫക്റ്റ് ആൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് magnitude of this effect decreases. Okay, അടുത്ത ക്വസ്റ്റ്യൻ. Write the resonance structures of acetate ion and show the movement of electron by curved arrows. Acetate എന്ന് പറഞ്ഞാൽ ആരാണ്? Acetate എന്ന് പറഞ്ഞാൽ CH3 C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O മൈനസ്. ഇതാണ് അസറ്റേറ്റ്. മക്കളെ, അസറ്റേറ്റ് അയോണിൻ്റെ നെക്സ്റ്റ് റെസോണേറ്റിംഗ് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുക? അസറ്റേറ്റ് അയോണിൻ്റെ നെക്സ്റ്റ് റെസോണേറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ മൈനസ് ചാർജ് ദാറ്റ് ഈസ് ഇൻ കോൺജുഗേഷൻ വിത്ത് ദിസ് പൈ ബോണ്ട്. അപ്പോൾ ഈ മൈനസ് ചാർജ് ഇവിടേക്ക് ബോണ്ടായിട്ട് അപ്പിയർ ചെയ്യും. അപ്പോൾ ഈ പൈ ബോണ്ട് അടുത്ത ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ആവും. സോ അസറ്റേറ്റിൻ്റെ നെക്സ്റ്റ് റെസോണേറ്റിംഗ് സ്ട്രക്ചർ സാർ വരയ്ക്കാം. CH3 C സിംഗിൾ ബോണ്ട് O മൈനസ് ഡബിൾ ബോണ്ട് O. ഇത്രയേ ഉള്ളൂ. So these are the resonating structures of acetate ion and these two structures are equivalent. ഈ സ്ട്രക്ചറും ഈ സ്ട്രക്ചറും ഈക്വലന്റ് സ്ട്രക്ചേഴ്സ് ആണ്. രണ്ടിലും ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, അത് ഓക്സിജൻ്റെ മുകളിലാണ്. രണ്ടിലും ഒരു പൈ ബോണ്ടാവുള്ള, രണ്ടിലും ഒരു പൈ ബോണ്ടാവുള്ള. സോ രണ്ടിനും ഈക്വൽ എനർജി ഉള്ള രണ്ട് റെസോണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആയിട്ട് എന്ന് കരുതി എല്ലാ മോളിക്യൂൾസിൻ്റെ റെസോണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുമ്പോൾ എല്ലാ സ്ട്രക്ചറും ഈക്വലി സ്റ്റേബിൾ ആവണം അല്ലെങ്കിൽ ഈക്വൽ എനർജിയിലാവണം എന്ന് നിർബന്ധമില്ല. റെസോണേറ്റിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ സ്റ്റെബിലിറ്റി കമ്പാരിസൺ NCERTയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ലൈവിലൊക്കെ ചോദിക്കണം. ഓക്കെ, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം, എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ അത് ചോദിച്ചിട്ടില്ല. അസറ്റേറ്റിൻ്റെ റെസോണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് പറയാനാണ് പറഞ്ഞത്. ആൻഡ് ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും ആക്ച്വൽ സ്ട്രക്ചർ. റെസൊണൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് വിത്തിൻ എ കോൺജുഗേറ്റഡ് സിസ്റ്റം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് റെസൊണൻസ്. അതൊരു സ്റ്റെബിലൈസിങ് എഫക്റ്റാണ്. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ വൈ CH3 thrice C plus is more stable than CH3 CH2 plus and CH3 plus and CH3 plus is the least stable cation. Why? മക്കളതിൽ CH3 thrice C plus എന്ന് പറഞ്ഞാൽ ഒന്ന് വരയ്ക്കാം. CH3 thrice C plus. ശ്രദ്ധിക്കണേ, CH3 CH3 വീണ്ടും CH3, ഇതാണ് CH3 thrice C plus. രണ്ടാമത് CH3 CH2 plus, അടുത്തത് CH3 plus. മക്കളെ, ഈ കാറ്റയോണിലൊന്നും തന്നെ റെസൊണൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റെബിലിറ്റി കമ്പാരിസൺ നമ്മൾ നെക്സ്റ്റ് ഉപയോഗിക്കേണ്ട പോയിന്റ് ഹൈപ്പർ കോൺജുഗേഷനാണ്. ഹൈപ്പർ കോൺജുഗേഷൻ എന്താണെന്ന് അറിയില്ലെങ്കിലും സ്റ്റെബിലിറ്റി കമ്പാരിസൺ അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പോസിറ്റീവ് ചാർജിൻ്റെ തൊട്ടടുത്ത കാർബൺ, അതിന് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയും. ഈ ആൽഫ കാർബണിൽ അവൈലബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ എത്ര ഉണ്ട്? ഇതിൻ്റെ ഉള്ളിൽ 3, ഇതിൻ്റെ ഉള്ളിൽ 3, ഇതിൻ്റെ മുകളിൽ 3. സോ ദിസ് കാറ്റയോൺ ഹാസ് ഗോട്ട് 9 ആൽഫ ഹൈഡ്രജൻ. എന്നാൽ ഈ കാറ്റയോണിനെ സംബന്ധിച്ച് ഇതാണ് ആൽഫ കാർബൺ വിച്ച് ഹാസ് 3 ആൽഫ ഹൈഡ്രജൻ. എന്നാൽ മൂന്നാമത്തതിൽ ആകെ പ്ലസ് ചാർജുള്ള കാർബണേ ഉള്ളൂ. സോ നോ ആൽഫ ഹൈഡ്രജൻ. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ, ഇവിടെ 9 ആൽഫ ഹൈഡ്രജൻ. ആൻഡ് സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ എണ്ണം കൂടിയാൽ സ്റ്റെബിലിറ്റി ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ ഇൻക്രീസ് ആവും. സോ ഇതിൽ ഏറ്റവും സ്റ്റേബിൾ കാറ്റയോൺ ഇതാണ്. പിന്നെ രണ്ടാമത് എഴുതിയ, മൂന്നാമത് എഴുതിയ ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. സോ ഹൈപ്പർ കോൺജുഗേഷൻ വെച്ചുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇതൊക്കെ നമ്മുടെ NCERT-ൻ്റെ പിറകിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് ശ്രദ്ധിച്ചോളാം. ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട്, ഒന്ന് സൂം ചെയ്തിടാം. ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 C ട്രിപ്പിൾ ബോണ്ട് CH, the pair of hybridized orbital involved in the formation of C2C3 bond. അപ്പോൾ നമ്മൾ ആദ്യം നമ്പർ ചെയ്യണം. ഏതാ? ഒന്നാമത്തെ കാർബൺ. ഡബിൾ ബോണ്ടിനാണ് ഫസ്റ്റ് നമ്പർ 1 2. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഇക്വലന്റ് പൊസിഷൻസിലാണ്. അപ്പോൾ ഡബിൾ ബോണ്ടിനാണ് ഫസ്റ്റ് നമ്പർ. ഇതാണ് 1 2 3 4 5 6. ഇതിൽ C2C3 ബോണ്ടിൽ കാർബൺ ഹൈബ്രിഡൈസേഷനാണ്. C2 എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടഡ് കാർബണാണ്, ഹൈബ്രിഡൈസേഷൻ sp2. സിംഗിൾ ബോണ്ടഡ് കാർബണാണ് C3 sp3. അപ്പോൾ C2C3 ഓവർലാപ്പ് സംഭവിച്ചത് sp2 sp3 ഓവർലാപ്പിംഗ് ആണ്. sp2 sp3. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. അപ്പോൾ ഓർക്കുക സിംഗിൾ ബോണ്ട്. അപ്പോൾ ഇതാ C5C6 ആണെങ്കിലോ sp 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 രണ്ടും ട്രിപ്പിൾ ബോണ്ടഡ് കാർബണാണ്. C4C5 ആണെങ്കിലോ C4ൽ sp3 C5ൽ sp. അപ്പോൾ സിംഗിൾ ബോണ്ടഡ് കാർബൺ sp3, ഡബിൾ ബോണ്ടഡ് കാർബൺ sp2, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ sp. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the Lassine test for nitrogen in an organic compound, the Prussian blue color is obtained due to formation of ferric ferrocyanide Fe4 FeCN 6 times thrice. Ferric ferrocyanide, that is Prussian blue. Now 8.38, which of the following carbocation is most stable? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ കോൺജുഗേഷൻ വെച്ചിട്ടാണ് പറയും. ഡിയിൽ ഇതും ആൽഫ ഇതും ആൽഫ, അപ്പോൾ 5 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, 2 3 5. ഓപ്ഷൻ സിയിൽ ഇതാണ് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബണാണ്. ഇതിൽ 2 ഹൈഡ്രജൻ, സോ 2 ആൽഫ ഹൈഡ്രജൻ. ഇവിടെ 5 ആൽഫ ഹൈഡ്രജൻ. ഇതിൽ 9 ആൽഫ ഹൈഡ്രജൻ, നേരത്തെ ഞാൻ വരച്ചു തന്നു, CH3 3C പ്ലസ്. ഇതിൽ നോ ആൽഫ ഹൈഡ്രജൻ. ഇതാണ് ആൽഫ കാർബൺ. അതിൻ്റെ മുകളിൽ CH3 ഉണ്ട്, അതിൽ കാര്യമില്ല, പ്ലസ് ഇവിടെയാണ്. പ്ലസിൻ്റെ തൊട്ടടുത്തുള്ള കാർബണാണ് ആൽഫ കാർബൺ, നോ ആൽഫ ഹൈഡ്രജൻ. ഇതിൻ്റെ മുകളിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇതൊന്നൊരു വേണേൽ വരച്ചേരെ, ഇങ്ങനെ വരിക CH3 C CH3 വീണ്ടും CH3 CH2 പ്ലസ് എന്നാണ്. അപ്പോൾ ഇതാണ് ആൽഫ കാർബൺ, ഇതിൻ്റെ മുകളിൽ ഹൈഡ്രജൻ ഇല്ല. സോ ഇവിടെ നോ ആൽഫ ഹൈഡ്രജൻ. സോ ഏറ്റവും സ്റ്റേബിൾ ആരാ? അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 8.39, the best and latest technique for isolation, purification and separation of organic compounds ഏതാ? ക്രോമാറ്റോഗ്രാഫിയാണ്. അതിനാണ് 8.40 എന്ന് പറയാമോ. The reaction CH3CH2I plus KOH gives CH3CH2OH plus KI. മക്കളെ ഇവിടെ സംഭവിച്ചത് OH മൈനസ് എന്ന് പറയുന്ന ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആൾ I മൈനസ് എന്ന് പറയുന്ന ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അത് എന്ത് റിയാക്ഷനാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. OH മൈനസ് ആരാണെന്ന് മനസ്സിലാക്കുക, I മൈനസ് ആരാണെന്ന് മനസ്സിലാക്കുക. OH മൈനസിൻ്റെ സ്ഥാനത്തേക്ക് I മൈനസ് കയറി നിന്നു, I മൈനസ് പുറത്തേക്ക് പോയി. അപ്പോൾ OH മൈനസ് എന്താണെന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഒരാൾക്ക് പകരം വേറൊരാൾ വന്നാൽ അതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ അതിൽ എന്ത് വരും എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. റെഡിയാണല്ലോ? ഈ 4 ഓപ്ഷൻസ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, അഡീഷനിൽ ഏത് വരും എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൾ.